നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിന് അടിയിൽപ്പെട്ട അർജുന് വേണ്ടി നടത്തുന്ന തിരച്ചിൽ ദുഷ്കരമെന്ന് കുന്താപുരത്തു നിന്നുള്ള മുങ്ങൽ വിദഗ്ധനായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപി. പുഴയുടെ അടിയിൽ ഒട്ടും കാഴ്ചയില്ല. 12.6 നോട്ട് വരെയാണ് അടിയൊഴുക്ക്. സ്വന്തം റിസ്കിലാണ് പുഴയിൽ ഇറങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശിരൂരിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മന്ത്രിതലത്തിൽ നടക്കുന്ന അവലോകന യോഗശേഷം ഇന്നത്തെ ദൗത്യം ആരംഭിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം 6 തവണ മുങ്ങിത്തപ്പി. എന്റെ ജീവൻ ഞാൻ നോക്കിക്കോളാമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഒപ്പിട്ടുകൊടുത്ത് സ്വന്തം റിസ്കിലാണ് പുഴയിൽ ഇറങ്ങുന്നത്. അർജുൻ എവിടെയുണ്ടെന്ന പ്രതീക്ഷയിലാണ് തിരച്ചിൽ. കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് സാധനങ്ങൾ പലതും തിരിച്ചറിയുന്നതെന്നും ഈശ്വർ മാൽപി പറഞ്ഞു. പുഴയുടെ അടിത്തട്ടിൽ വലിയ പാറക്കെട്ടുകളും മരങ്ങളും തടിക്കഷ്ണങ്ങളുമുണ്ട്. തകരയുടെ ബ്ലേഡ് 2 തവണ ശരീരത്തിൽ തട്ടി. 3 പോയിന്റിൽ തപ്പി. ഇളകിയ മണ്ണാണ് അടിയിലുള്ളത്. പുഴയുടെ അടിയിൽ വൈദ്യുത കമ്പികളുമുണ്ട്. അത് മാറ്റി ഇന്ന് പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അർജുനെ കണ്ടെത്താൻ സാധിക്കുന്ന എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് അപകടസ്ഥലത്തെത്തിയ മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ദൗത്യസംഘവുമായി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കൂടിക്കാഴ്ച നടത്തും. ദൗത്യസംഘം നേരിടുന്ന പ്രയാസങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും ശിരൂരിലെത്തിയ ശേഷം മന്ത്രി റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ പരിശോധന നടത്തുന്നതിന് പരിമിതികളുണ്ട്. അവരുടെ നിലപാടും യോഗത്തിൽ ചർച്ച ചെയ്യും. എങ്കിലും ഒരു തരത്തിലും ദൗത്യസംഘം പുറകോട്ട് പോകരുതെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് യോഗത്തിൽ അറിയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതികൂല കാലാവസ്ഥയും കുത്തൊഴുക്കും പുഴയിലെ ചെളിയും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 13ാം ദിനം തുടരുകയാണ്. ഇന്ന് രാവിലെ 9ഓടെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. അർജുന്റെ ലോറിയിലുണ്ടെന്ന് കരുതുന്ന ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നത് ദൗത്യസംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 10 കിലോമീറ്ററിലേറെ വേഗത്തിലാണ് നദിയിൽ ഒഴുക്ക് തുടരുന്നത്. മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയാണ്. ഇന്നലെ പുഴയിലിറങ്ങിയ കുന്താപുരയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തിന് മുന്നിലും ശക്തമായ ഒഴുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. ഒരു വേള മാൽപയെ സംബന്ധിച്ചിടത്തോളം വടം പൊട്ടി 100 മീറ്ററോളം അദ്ദേഹം ഒഴുകിപ്പോവുക പോലുമുണ്ടായി. ശക്തമായ ഒഴുക്കിനെ വെല്ലുവിളിച്ച് മാൽപയുടെ സംഘവും 8 തവണ നദിയിലിറങ്ങി തിരച്ചിൽ നടത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്താനായില്ല. പഴയ നിഗമനത്തിൽ നിന്ന് വ്യത്യസ്തമായി കരയിൽ നിന്ന് 132 കിലോമീറ്റർ അകലെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന. ലോറി പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതുന്നുണ്ട്. 300 മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറി എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല. നിലവിൽ പരിശോധന നടക്കുന്ന സ്ഥലത്ത് ലോറി പാറക്കഷ്ണങ്ങളുടെയും ചെളിയുടെയും ഇടയിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ ലോറി പകുതി തകർന്ന നിലയിലും ഡ്രൈവിംഗ് ക്യാബിൻ മുകളിലേക്ക് ഉയർന്ന നിലയിലും ആകാമെന്നാണ് നിഗമനം. ലോറിക്കരികിൽ എത്താനുള്ള നിലവിലെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ പുഴയിലെ മണ്ണും ചെളിയും ഡ്രഡ്ജർ ബാർജുകൾ ഉപയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് സാധിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.